നമസ്കാരം. എല്ലാവർക്കും M5 ന്യൂസിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ക്ഷേമ പെൻഷൻ 373 പേർക്കെതിരെ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് നൽകിക്കൊണ്ടാണ് വാർത്ത വരുന്നത്. ക്ഷേമത്തിൽ വാരേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് നൽകുന്നത്. രസകരമായ രീതിയിലാണ് ആ വാർത്തയെ മാതൃഭൂമി അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ജോലിയിലിരിക്കുമ്പോഴും ക്ഷേമ പെൻഷൻ വാങ്ങിയ ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്, രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവർണർ മാറുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതി കോൺഗ്രസ് കോടതിയിൽ പോയതുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് രേഖകൾ പരിശോധിക്കാനുള്ള അനുമതി നിഷേധിക്കും വിധം തെരഞ്ഞെടുപ്പ് ചട്ടം തിരുത്തൽ ഭേദഗതി ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ആരാധനാലയങ്ങളെ ചൊല്ലി പുതിയ തർക്കങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെങ്കടനായിഡുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആരാധനാലയങ്ങളെ ചൊല്ലി പുതിയ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് മുൻ ഉപരാഷ്ട്രപതിയായ M വെങ്കടനായിഡു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. തർക്കങ്ങളെല്ലാം എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്തകൾ. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികമാണ്. അതുകൊണ്ട് വാജ്പേയി ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകും എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി BJPയുടെ സ്ഥാപക നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ജാതിമത പ്രാദേശികവാദവുമായി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ നിയമനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിമാരുൾപ്പെടെയുള്ളവരെ ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കേരള ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തയും ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, അമിത്ഷാ സമർപ്പിക്കുമെന്ന് പറഞ്ഞൊരു സ്ട്രിപ്പോടുകൂടി 10,000 സഹസംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കർഷകരുടെയും ഗ്രാമീണ സമൂഹത്തിൻ്റെയും സമൃദ്ധിക്ക് പുതിയ വഴികൾ തെളിച്ച് ദേശീയ തലത്തിൽ 10,000-ത്തിലധികം പുതിയ സഹകരണ സംരംഭങ്ങൾ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന്, കേന്ദ്ര വിജ്ഞാപനത്തിന് പിന്നാലെ മലക്കം മറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്ന വാർത്തയാണ്. 8, 9, 10 ക്ലാസ്സുകളിലെ മിനിമം മാർക്ക് വേണമെന്ന് ആദ്യം തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാർ. എന്നാൽ 5ലും 8ലും ഓൾ പാസ് വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ മുകൾ തട്ടിലായി തന്നെ. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വിർച്വൽ തട്ടിപ്പം തകർത്ത് കേരള പോലീസ് സൂത്രധാരനെ കുടുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. രാജ്യത്തെ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിലെ മുഖ്യ സൂത്രധാരനായ രാജ്യാന്തര കുറ്റവാളിയെ കുടുക്കി കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ BJP നേതാവും യുവമോർച്ച കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡന്റുമായ ലിങ്കൺ ബിശ്വാസാണ് അറസ്റ്റിലായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പൂഞ്ചിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് 5 സൈനികർക്ക് വീരമൃത്യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. റോഡിൽ നിന്ന് തെന്നിമാറി 300 അടിയിലേറെ താഴ്ചയിലേക്കാണ് ട്രക്ക് വീണത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബുള്ളറ്റും കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, സർക്കാർ ഇടപെടൽ ഫലപ്രദം, ആശ്വാസത്തിൻ്റെ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയാണ്. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ ഇടപെടൽ ഫലപ്രദമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ധനനഷ്ടം മാനഹാനി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് വരുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കുമ്പോൾ സർക്കാർ നൽകേണ്ടി വരുന്നത് മുഖ്യമന്ത്രി ന്യായീകരിച്ചതുപോലെ ഓഹരി വിലയല്ല, നഷ്ടപരിഹാരമെന്ന രേഖകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. ആ വാർത്തയിൽ തന്നെ മറ്റൊരു സൈഡ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ആ സബ് സ്റ്റോറി. മറ്റൊന്ന്, ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്, രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, വീട്ടുമുറ്റത്ത് തെരുവനായ്ക്കൾ വയോധികയെ കടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും മനോരമ വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്.
അടുത്തത് കൗമുദിയാണ്. കൗമുദിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഗവർണറെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. വാഹനം കൊക്കയിൽ വീണ 5 സൈനികർക്ക് വീരമൃത്യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, അയ്യപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ ലോക്കറ്റുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഗവർണർക്ക് മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമവും തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്, രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഏറ്റുമുട്ടലിന്റെ 5 ഗവർണർ വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും മാധ്യമം നൽകിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വയോധികയെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും മാധ്യമവും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കേരള സിലബസിന് താങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു വാർത്ത വരുന്നത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടിയിട്ടും റാങ്കിങ്ങിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നിലാകുന്ന പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി പുൽക്കൂടിനെ വണങ്ങുന്നു, അണികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർ മെലിത്യോസിന്റെ രൂക്ഷ വിമർശനമാണ് വാർത്തയായി നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഭാഗത്ത് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നതായി നടിക്കുകയും അദ്ദേഹത്തെ അധികാരത്തിലെത്തിച്ച RSS മറുവശത്ത് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമാണെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസമാധിപൻ യുഹനാൻ മാർ മിലിത്തിയോസ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വന നിയമ ഭേദഗതി തിരുത്തും എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇടതുമുന്നണിയിൽ നിന്നടക്കം എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ വന നിയമ ഭേദഗതിയിൽ തിരുത്തിനൊരുങ്ങി വനം വകുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇനി ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഗവർണറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, വീടിന് മുന്നിലിരിക്കുന്ന വയോധികയെ തെരുവ് നായ കടിച്ചു വന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ദീപികയിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.